നമസ്കാരം. പുതിയ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാത്രി ദോശ ഉണ്ടാക്കാനാണ്. ദോശയ്ക്ക് ചട്നി അരയ്ക്കാണ്. ചട്നി അരയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ. നാളികേരം, പച്ചമുളക്, പൊട്ടുകടല, ഇഞ്ചി അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ചട്നി, നല്ലൊരു ചട്നി അരയ്ക്കാം കേട്ടോ. നമുക്ക് രാത്രിക്ക് ദോശയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ചോറൊക്കെ ഉണ്ണും. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ കേട്ടോ. രാത്രി ആയാലും ചോറൊക്കെ ഉണ്ണാൻ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ചോറൊക്കെ ഉണ്ണും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ദോശ വേണം, അല്ലെങ്കിൽ ഇഡ്ഡലി വേണം. അങ്ങനത്തെ ഭക്ഷണങ്ങൾ, ചോറ് വലിയ താല്പര്യമില്ല ആർക്കും. പിള്ളേർക്കായാലും ഇത്, ഇപ്പോൾ ചേട്ടനായാലും ഇത്, അതായത് ദോശ, ഇഡ്ഡലി അതിനോടൊക്കെയാണ് ഇഷ്ടം. ചോറിനോട് വലിയ ഇതില്ല. പക്ഷെ ഉച്ചയ്ക്കൊക്കെ നമ്മുടെ സാധാരണ പോലെ കേട്ടോ, ചോറ് തന്നെ വേണം. അപ്പോൾ 3 നേരം എന്തെങ്കിലും വെക്കണം. നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ചോറ് വെച്ചാൽ 2 നേരത്തേക്ക് ചോറൊക്കെ ആയി. നമുക്ക് വല്ല പരിപ്പ് കൂട്ടാനോ, വല്ല ഉണക്കമീൻ വറുത്തതാ, ഒരു ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ മതി നമുക്ക് കഴിക്കാൻ. നമുക്ക് രാത്രിയിൽ നമുക്ക് ചോറിന് അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാൻ ചിലവരുടെ വീട്ടിൽ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി നല്ല ചൂട് കഞ്ഞി, എന്തെങ്കിലും ഒരു ഉപ്പേരി, ഉണക്കമീൻ അതൊക്കെ ഉണ്ടാവും. അതും നല്ല സൂപ്പറാണ്, കോമ്പിനേഷൻ സൂപ്പറാണ്. നമുക്കതിപ്പോൾ തക്കാളി ചമ്മന്തിക്ക് വഴറ്റാനിട്ടുണ്ട് സബോള, വറ്റൽമുളക്, കറിവേപ്പില, അത് 3 കൂടി നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ കൂടെ തക്കാളിയും പെരുങ്കായും ആഡ് ചെയ്ത് നല്ലോണം വഴറ്റി നമുക്കതൊരു മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുത്ത് പിന്നെ നമുക്കത് കാച്ചി, മറ്റേ നമ്മുടെ കടുക് കാച്ചില്ലേ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അത് ആ സംഭവം കാച്ചി നമുക്കതിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കപ്പോൾ 2 ചട്നിക്ക് ഒഴിക്കാം കേട്ടോ. മറ്റേ നമ്മൾ വെള്ള ചട്നി അല്ല കേട്ടോ, നാളികേര ചട്നി, അത് കുട്ടികളുടെ ഭാഷയാണ്. കുട്ടികളാണ് പറയുക വെള്ള ചട്നി, ചുവപ്പ ചട്നി എന്നൊക്കെ. അപ്പോൾ അതാണ് കേട്ടോ. മറ്റേ നാളികേര ചട്നിയിലും തക്കാളി ചട്നിയിലും നമുക്ക് കാച്ചി ഒരു വട്ടം കാച്ചി ഇതങ്ങനെ 2 സെപ്പറേറ്റായിട്ട് 2ലേക്കും ഒഴിക്കാം. അപ്പോൾ അതും സംഭവം റെഡിയാവും. അത് കുറച്ച് നേരത്തെ പണിയുള്ളൂ. ഇതൊക്കെ അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്നതല്ലേ. ഇതൊക്കെ ഇത്തിരി നേരം, ഒരു ½ hour നമുക്ക് എല്ലാവർക്കും ദോശ ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം. വേറെ പരിപാടികളൊന്നുമില്ല, വേഗം ഇതൊക്കെ കഴിയും. ഇവിടെ കുട്ടികൾക്ക് അതേട്ടാ രാത്രി ദോശ, ഇഡ്ഡലി ഇഞ്ഞ സംഭവങ്ങൾ ഇനി ഇഷ്ടം. അതാണ് ചോറൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ എന്തെന്ന് ചോറ് തന്നേ ചോദിക്കും. അങ്ങനെയാണ് കേട്ടോ. അവിടെയൊക്കെ ദോശ തന്നെ ഇഷ്ടം. അപ്പോൾ എനിക്കാണ് പണി കൂടുതൽ. 3 നേരം എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചൂടായിട്ട് നമുക്ക് 2 ദോശ ഒഴിച്ചെടുക്കാം. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ പഠിക്കാതിരിക്കുകയാണ്. അതാണ് ഈ വസ്തിക്കൊന്നും കാണാത്ത. അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ടാവും ഇങ്ങനെ, അമ്മ എന്താ ചെയ്യണേ നോക്കി ഇങ്ങനെ പിന്നാലെ നിൽക്കും. ഇപ്പോൾ പഠിക്കാതിരിക്കുകയാണ്, അതാണ് കാണാത്ത. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ദോശ ഉണ്ടാക്കിയെടുത്തു, ഇപ്പോൾ 2ാമത്തെയാണ് ഒഴിച്ച് വെക്കുന്നത്. വേറെ ദോശ നല്ല മുരിഞ്ഞ ദോശയാണ് വരുന്നത് കേട്ടോ. ഇവിടെ തമിഴ്നാട്ടിലെല്ലാവരും ഇപ്പോൾ രാത്രി നമ്മുടെ തട്ടുകട പോലെ ചെറിയ ചെറിയ വീടുകളിൽ പോലും നമുക്ക് ദോശ വാങ്ങാൻ കിട്ടും. ഇവിടങ്ങളിലൊക്കെ കേട്ടോ. അവിടെ ചേച്ചിമാരൊക്കെ രാത്രിയായ അവർ ടിഫൺ കട പോലെ ഇടും ദോശ, ഇഡ്ഡലി, പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം നമുക്ക് പോയി വാങ്ങാം. ഞാൻ വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ ഞങ്ങളെ തോന്നുന്നുണ്ട് ഒരു ദോശയ്ക്ക്. അപ്പോൾ ദോശയും ചമ്മന്തിയും റെഡിയാണ്. കഴിക്കാൻ ഇവിടെ ഒരാളും റെഡിയാണ്. അപ്പോൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് ആൾ അഭിപ്രായം പറയട്ടെ. നമുക്ക് നോക്കാം എന്താ അവൻ്റെ അഭിപ്രായം എന്ന്. സൂപ്പറാന്ന് ആൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ, പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.